അങ്ങനെ ഒക്ടോബർ 2-ന് ജാൻവിയുമായി നേരിട്ട് കാണാനുള്ള അവസരം ലഭിച്ച മുന്നാബായി ജാൻവി ജോലി ചെയ്യുന്ന റേഡിയോ നിലയത്തിലേക്ക് എത്തുകയാണ്. ഇന്റർവ്യൂവിൽ ജാൻവി മുന്നാബായിയുടെ അടുത്ത് ചോദിക്കുന്നു, ഗാന്ധിജിയെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം എന്ന്. ഇത് കേട്ട മുന്നാബായി പറയുന്നത് ഇങ്ങനെയാണ്: ഗാന്ധിജിയുടെ പണി എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത പണിയാണ്. കാരണം ഒറ്റയ്ക്കല്ലേ ആള് ബ്രിട്ടീഷുകാരെ മൊത്തം ഇവിടെ നിന്ന് ക്ലീനാക്കി കളഞ്ഞത്. ജാൻവി പറയുന്നു, ഗാന്ധിജിയുടെ എല്ലാ കാര്യവും എനിക്കറിയില്ല, എങ്കിലും ഗാന്ധിജിയുടെ ചില കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. ഗാന്ധിജി ആരടുത്തും കള്ളത്തനം പറയാത്തതുപോലെ ഞാനും ആരടുത്തും കള്ളം പറയാറില്ല. ഇത് കേട്ട മുന്നാബായി പറയുന്നത് ഇങ്ങനെയാണ്: ഞാനും ഒരിക്കലും ഇതുവരെ കള്ളത്തനം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ഒരു കുട്ടിയുടെ അടുത്ത് മാത്രമാണ് ഞാൻ കള്ളത്തനം പറഞ്ഞത്, അവൻ്റെ നല്ലതിനു വേണ്ടി മാത്രം. ഇതൊക്കെ കേൾക്കുന്ന ജാൻവി മുന്നാബായിൽ ഇംപ്രസ് ആവുകയാണ്. ജാൻവി ചോദിക്കുന്നു, നിങ്ങളുടെ ജോലി എന്താണ്? ഉടനെ തന്നെ മുന്നാബായി തട്ടിവിടുകയാണ്, കോളേജ് പ്രൊഫസർ. പക്ഷേ നിങ്ങളുടെ സംസാര ശൈലി കേട്ടാൽ ഗുണ്ടകൾ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട മുന്നാബായി പറയുകയാണ്, അത് പിന്നെ ഈ കോളേജിൽ ചെറിയ ലോക്കലായിട്ടൊക്കെ സംസാരിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ഗുണ്ടകളെ പോലെ തന്നെ സംസാരിക്കുന്നത്. ഇന്റർവ്യൂവിന് ശേഷം ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ പോയപ്പോൾ ജാൻവി മുന്നാബായിയുടെ അടുത്ത് ചോദിക്കുന്നു, എൻ്റെ 6 കുട്ടികൾക്ക് ഗാന്ധിജിയെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു കൊടുക്കാൻ വീട്ടിലോട്ട് വരാൻ പറ്റുമോ എന്ന്. ഇത് തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ സർക്യൂട്ട് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഉടനെ സർക്യൂട്ട് അടുത്ത് വന്ന് പറഞ്ഞു, അണ്ണാ വാ പോകാം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ജാൻവിക്ക് 6 കുട്ടികളുണ്ടോ? അത് അടുത്ത പാർട്ടിൽ അറിയാം. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.